Oxford Academy. Tuition for SSLC 9th Standard, 10th Regular and Holiday Batches. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. Oxford Academy. For admission, contact 995691 ഹലോ ജങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളെ, ആദ്യം തന്നെ ഒരു ചെറിയ റിക്വസ്റ്റ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിക്വസ്റ്റ് ചെയ്യാറില്ല. നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെയോ സബ്സ്ക്രൈബ് ചെയ്യാതെയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്ക് പൊതുവേ സബ്സ്ക്രൈബേഴ്സ് ഈ അടുത്ത് കുറവാണ് വരുന്നതൊക്കെ. നിങ്ങളൊന്ന് സഹകരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കയറാം. നിങ്ങളുടെ മുൻവർഷങ്ങളിലെ ചേട്ടന്മാരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചെന്നുള്ളതാണ് നമ്മൾ അടിച്ചുവിട്ട് കയറിയിരുന്നത്. ഇപ്പോൾ കുറച്ച് സ്ലോ ആണ് പോക്ക്. നിങ്ങളൊന്ന് അഞ്ഞ് ശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കയറാം കേട്ടോ. ഓക്കെ, അപ്പം മക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത്, നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ എന്നാണ് പറഞ്ഞത്. അതായത് സബ്ജക്റ്റിന്റെ സ്ഥാനത്തുള്ള നൗൺ ഫ്രേസിനെയും അതുപോലെ തന്നെ ആ സെന്റൻസിലെ വെർബ് ഫ്രേസിനെയും ഐഡന്റിഫൈ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് 2 മാർക്കുണ്ട് അല്ലേ. അപ്പോൾ ആ 2 മാർക്കിന്റെ ക്വസ്റ്റ്യന് ഇന്ന് നമ്മൾ മേടിച്ചിരിക്കും. ഓക്കെ, എന്തായാലും പബ്ലിക് എക്സാമിന് അതേ ചോദ്യം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരും. അവസാനത്തെ ചോദ്യം തന്നെയായിരിക്കും. അപ്പോൾ ആ ചോദ്യം ഇനി ഒരിക്കലും മക്കൾക്ക് തെറ്റരുത്. നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ല ഇംപ്രഷൻ കിട്ടില്ലോടാ. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കളെ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ പഠിക്കാൻ പോവാണ്. ഇവിടെ സമാനമായിട്ടുള്ള ഒരു 10 സെന്റൻസ്, അതിൽ 10 സെന്റൻസിൽ 2 സെന്റൻസ് നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. വളരെ സിമ്പിളാണ് മക്കളെ. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? നൗൺ ഫ്രേസ് അല്ലേ. നൗൺ എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്കറിയാം എന്താ, എല്ലാ സാധനങ്ങൾക്കും, ഈ ദുനിയാവിലെ എല്ലാ ആളുകൾക്കും, അതേപോലെ തന്നെ വസ്തുക്കൾക്കും, അതേപോലെ സ്ഥലങ്ങൾക്കും, മൃഗങ്ങൾക്കും എല്ലാത്തിനും നമ്മൾ അതിനെ തിരിച്ചറിയാൻ ഓരോ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിന്റെ പേര് നമ്മൾ പെൻ എന്ന് പറയും, പേന അല്ലേ. ഇതിന്റെ പേര് ബോർഡ് എന്ന് പറയും, അതേപോലെ ഇതിന്റെ പേര് ഷർട്ട് എന്ന് പറയും. ഈ സാധനത്തിന്റെ പേര് മെഹനൂഫ് എന്ന് പറയും അല്ലേ. അങ്ങനെ ഓരോ സാധനത്തിനും ഓരോ പേരുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇതൊരു സ്റ്റുഡിയോ റൂമാണ്. പിന്നെ എന്താണ്, ഞാൻ നിൽക്കുന്നത് വയനാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതിന്റെ പേര്. അങ്ങനെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിനൊക്കെ ഓരോ പേരുണ്ടാവും. നിങ്ങളുടെ സ്കൂളിനൊരു പേരുണ്ട്, നിങ്ങളുടെ വീടിനൊരു പേരുണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാത്തിനും ഓരോ പേരുകളുണ്ട് അല്ലേ. ഇപ്പോൾ ഇത് കണ്ണാണ്, ഇത് മൂക്കാണ്, ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, എല്ലാത്തിനും ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പേരുകൾക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ നൗൺ എന്ന് പറയുക അല്ലേ. ഈ നൗണിനെയും ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയും ചേർത്തുകൊണ്ടാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പൊതുവെ പറയാറുള്ളത്. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് എന്താ അറിയോ? ഈ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ എന്നാണ്. അതായത് സബ്ജക്റ്റിന്റെ സ്ഥാനത്തുള്ള നൗൺ ഫ്രേസിനെ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എന്താണ് മക്കളെ ഈ സബ്ജക്റ്റ്? നിങ്ങൾ ചെറിയ ക്ലാസ്സിലേക്ക് കേൾക്കുന്നുണ്ടാവും സബ്ജക്റ്റ്, ഇവിടെ കർത്താവ് അല്ലേ. അത് സംഭവം വേറെ ഒന്നുമില്ല, ഒരു സെന്റൻസിലെ ഒരു ആക്ഷൻ ചെയ്യുന്ന ആ മുതലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സബ്ജക്റ്റ് എന്ന് പറയുക. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച പാല് കുടിക്കുന്നു. നമ്മൾ കുട്ടിക്കാലത്തെ കേൾക്കുന്നതല്ലേ, പൂച്ച പാല് കുടിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്. എന്ത് ആക്ഷനാണ് നടക്കുന്നത്? കുടിക്കുന്നു എന്ന് പറഞ്ഞൊരു ആക്ഷൻ അല്ലേ. അത് ചെയ്യുന്നത് ഏത് മുതലാ? കാറ്റ് അല്ലേ. അപ്പോൾ ആ കാറ്റാണ് അതിലെ സബ്ജക്റ്റ്. അപ്പോൾ ആക്ഷൻ ചെയ്യുന്ന മുതലാണ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിന് മനുഷ്യനോ മൃഗമോ എന്ത് സാധനം വേണമെങ്കിലും ആവാം അല്ലേ. അതേപോലെ തന്നെ ഐ ടീച്ച് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു അല്ലേ. ഇവിടെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു ആക്ഷൻ നടക്കുന്നില്ലേ. അത് ചെയ്യുന്നത് ആരാ? ഒരു ഐ അല്ലേ, ഞാനല്ലേ. അപ്പോൾ ഐ ആണ് അതിലെ സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് മനസ്സിലായില്ല മക്കളെ. ഈ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന നൗണിനെയാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന സബ്ജക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇത്ര സിമ്പിളാണ് കാര്യം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞല്ലോ ഈ സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ, ആ ആക്ഷനെ നമ്മൾ വെർബ് എന്നാ പറയാ. ഉദാഹരണത്തിന് കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക്, അതിൽ കാറ്റ് ചെയ്യുന്ന ആക്ഷൻ ഡ്രിങ്ക്സ് അല്ലേ, കുടിക്കുക എന്നുള്ളതല്ലേ. ആ ഡ്രിങ്ക്സ് ആണ് അതിലെ വെർബ്. ഈ വെർബും ആ വെർബിനോട് ചേർന്ന് വരുന്ന വാക്കുകളുമാണ് വെർബ് ഫ്രേസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ, കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക്, അതിൽ കാറ്റ് എന്നുള്ള സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ കാറ്റ് എന്നുള്ള ആ നൗൺ ആണ് സബ്ജക്റ്റ്. അപ്പോൾ അതിനെയാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന സബ്ജക്റ്റ് പൊസിഷൻ എന്ന് പറയാം. അപ്പോൾ കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക് എന്നുള്ളതിൽ നൗൺ ഫ്രേസ് എന്ന സബ്ജക്റ്റ് പൊസിഷൻ ഏതാണ്? കാറ്റ് ആണ്. ഇനി ആ ഡ്രിങ്ക്സ് എന്നുള്ളതാണല്ലോ അതിലെ വെർബ്. അപ്പോൾ ഡ്രിങ്ക്സ് ദ മിൽക്ക് എന്നുള്ളതാണ് എന്ത്, അതിലെ വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. കാരണം ആ വെർബും അതിൻ്റെ കൂടെ വരുന്ന വാക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിനെ നമുക്ക് 2 പാർട്ടാക്കാം. ഒന്ന് നൗൺ ഫ്രേസ് എന്ന സബ്ജക്റ്റ് പൊസിഷൻ, മറ്റൊന്ന് വെർബ് ഫ്രേസ്. ഇത്രയും കിട്ടിയില്ലേ? ഈ 2 സംഭവങ്ങളാണ് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ചോ, ഈ ഓരോ സെന്റൻസിലെയും വെർബ് എവിടുന്നാ തുടങ്ങണമെന്ന് നോക്കിയാൽ മതി. ആ വെർബിന്റെ ലെഫ്റ്റിലേക്കുള്ളതൊക്കെ നൗൺ ഫ്രേസ് എന്ന സബ്ജക്റ്റ് പൊസിഷൻ ആണ്. അതേപോലെ വെർബും വെർബിന്റെ അപ്പുറത്തേക്കുള്ളത് വലതു ഭാഗത്തേക്കുള്ളത് മൊത്തം വെർബ് ഫ്രേസും ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സെന്റൻസ് നോക്കാം. ശ്രദ്ധിക്കുക, ദ യങ് ഫിർ ട്രീ സ്റ്റുഡ് മോഷൻലെസ് അല്ലേ. അതായത് ആ ചെറിയ ഫിർ മരങ്ങൾ ഇങ്ങനെ അനങ്ങാതിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു വെർബ്, ഒരു ആക്ഷൻ നടന്നിട്ടുണ്ട്. ഏതാ നടന്ന ആക്ഷൻ? സ്റ്റുഡ്, നിന്നു എന്നല്ലേ അല്ലേ. സ്റ്റുഡ് മോഷൻലെസ്, അനങ്ങാതെ നിന്നു. അപ്പൊ നിന്നു എന്നുള്ള ഒരു ആക്ഷനാണ് ഇവിടെ നടന്നത്. ആ ആക്ഷൻ ചെയ്യുന്നത് ആരാ മക്കളെ? വെറും മരങ്ങളിൽ എന്താ? യങ് ഫിർ
ഫിർ ട്രീസ് അല്ലേ, ചെറിയ അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള ഇളം പ്രായത്തിലുള്ള ഫിർമരങ്ങളാണ് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റുഡ് എന്ന ആക്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സ്റ്റുഡ് എന്നുള്ളതാണല്ലോ വെർബ്, ആ വെർബിന്റെ ലെഫ്റ്റിലേക്കുള്ള ഈ മൊത്തം വാക്കുകളാണ് നമ്മുടെ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. അപ്പോൾ നിങ്ങളോട് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊരു 32ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ 32 എന്ന് ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നു മാർജിൻ്റെ ഉള്ളിൽ, എന്നിട്ട് നിങ്ങൾ അതിൽ എ എന്ന് എഴുതുന്നു, എന്നിട്ട് ദ യങ് ഫിർ ട്രീസ് എന്ന് എഴുതി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നിങ്ങളോട് ചോദിച്ചത്, ഇതിലെ വെർബ് ഫ്രേസ് അല്ലേ, അപ്പോൾ വെർബ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡ് അല്ലേ, അപ്പോൾ ഈ സ്റ്റുഡും അതിനോട് ചേർന്ന് വരുന്ന എത്ര വാക്കുണ്ടോ അതെല്ലാം വെർബ് ഫ്രേസ് ആണ്. അപ്പോൾ ഇതിലെ വെർബ് ഫ്രേസ് സ്റ്റുഡ് മോഷൻലെസ്, അപ്പോൾ ബി എന്ന് ആൻസർ ചെയ്താൽ സ്റ്റുഡ് മോഷൻലെസ് എന്ന് എഴുതാം. ഇത്ര എഴുതിയ 2 മാർക്ക് കിട്ടി മക്കളെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ലുക്ക്ഡ് അറ്റ് ഹെർ എന്നല്ലേ, അതായത് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അവളെ നോക്കി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നടക്കുന്ന ആക്ഷൻ ഏതാ മക്കളെ, നോക്കി എന്നുള്ള ഒരു ആക്ഷൻ അല്ലേ ഇവിടെ നടന്നത്, ലുക്ക്ഡ്. അപ്പോൾ ഈ ലുക്ക്ഡ് എന്നതിന്റെ ലെഫ്റ്റിലേക്ക് വരുന്നതെല്ലാം സബ്ജക്റ്റ് ആണ് അല്ലേ. ഏതൊക്കെയാ, ആരാ നോക്കിയത്, ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കൂടിയാണ് നോക്കിയത്. അപ്പോൾ ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് എന്നുള്ളതാണ് ഇതിലെ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ അല്ലേ, സബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസ്. ഇനി അതിലെ വെർബ് ഫ്രേസ് ഏതാ, വെർബ് ലുക്ക്ഡ് അല്ലേ, അപ്പോൾ ലുക്ക്ഡ് അറ്റ് ഹെർ എന്നുള്ളതാണ് ഇതിലെ വെർബ് ഫ്രേസ്. അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഇനി അടുത്ത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം, എന്താ, വാങ്ക റോട്ട് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് ഡാഡ്, വാങ്ക അവന്റെ ഗ്രാൻഡ് ഡാഡിന് ഒരു കത്ത് എഴുതി. അപ്പോൾ വാങ്ക ചെയ്ത ആക്ഷൻ എന്താ മക്കൾ, ഇവിടെ റോട്ട് അല്ലേ, അപ്പോൾ ഈ റോട്ടിന്റെ ഇപ്പുറത്തേക്കുള്ളത് വാങ്കയാണ്, വാങ്കയാണ് ഇവിടെ ആക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാങ്കയാണ് ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ ഫ്രേസ് എന്താ സബ്ജക്റ്റ് പൊസിഷൻ അല്ലേ. ദെൻ അതേപോലെ തന്നെ റോട്ട് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് ഡാഡ് ആണ് ഇതിലെ വെർബ് ഫ്രേസ് അല്ലേ. ഇനി അടുത്തതിൽ ദ ഓൾഡ് മാഗ്നിഫിഷ്യൻ ബനിയൻ ട്രീ വാസ് മൈൻ എന്നാ പറഞ്ഞത്, അതായത് ആ വലിയ ഭയങ്കര പ്രൗഢഗംഭീരമായിട്ടുള്ള ആൽമരം എന്റേതായിരുന്നു എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് വാസ് കാണാം അല്ലേ. ഈ വെർബ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹെൽപ്പിംഗ് വെർബ് ആയിരിക്കാം, അല്ലെങ്കിൽ മെയിൻ വെർബ് ആയിരിക്കാം, എന്തുമാവാം. ചിലപ്പോൾ ഹെൽപ്പിംഗ് വെർബും മെയിൻ വെർബും കൂടി ചേർന്നൊക്കെ വരും അല്ലേ. ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വില്ല്, ഷാഡ്, ക്യാൻ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചാണ്. ഇതൊക്കെ ഹെൽപ്പിംഗ് വെർബുകളാണ്. അപ്പോൾ ഒന്നുകിൽ ആ ഹെൽപ്പിംഗ് വെർബുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ V1 S1 V2 ഒക്കെ ആയിട്ടുള്ള വെർബുകൾ ഉണ്ടാവും. ആ വെർബുകൾ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വാസ് വന്നിട്ടുണ്ട്, അതിന്റെ ലെഫ്റ്റിലേക്കുള്ളത് മുഴുവൻ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ആണ് അല്ലേ. ദ ഓൾഡ് മാഗ്നിഫിഷ്യൻ ബനിയൻ ട്രീ എന്നുള്ളതാണ് ഇതിലെ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ വെർബ് ഏതാ, വാസ് അല്ലേ, അപ്പോൾ വാസ് മൈൻ എന്നുള്ളതാണ് വെർബ് ഫ്രേസ്. കിട്ടിയില്ലേ. ഇനി അടുത്തേതാ, മിസ്റ്റർ തോററ്റ് ഹാസ് ഇൻവൈറ്റഡ് റായ് ടു സീ ദ ടൈഗർ അല്ലേ. മിസ്റ്റർ തോററ്റ് എന്നുള്ളത് നമുക്കറിയാം ഒരു വ്യക്തിയുടെ പേരാണല്ലേ, നമ്മുടെ പ്രൊജക്ട് ടൈഗർ എന്നുള്ളതിൽ റിംഗ് മാസ്റ്ററുടെ പേരാണ്. തോററ്റ് റായിനെ ടൈഗറിനെ കാണിക്കാൻ വേണ്ടി ക്ഷണിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്ഷണിച്ചു എന്നുള്ള ആ ഒരു വെർബല്ലേ ഇവിടെ നടക്കുന്നത് ആക്ഷന്. അപ്പോൾ ആ ക്ഷണിച്ചു എന്നുള്ളത് പറഞ്ഞ ഹാസ് ഇൻവൈറ്റഡ് ആണ്, ഹാസ് എന്നുള്ള ഹെൽപ്പിംഗ് വെർബിലാണ് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ അതിന്റെ ലെഫ്റ്റിലേക്ക് ഏതൊക്കെ വാക്ക്, മിസ്റ്റർ തോററ്റ്, മിസ്റ്റർ തോററ്റ് അല്ലേ ക്ഷണിച്ചത്, ആക്ഷൻ ചെയ്തത്. അപ്പോൾ മിസ്റ്റർ തോററ്റ് ആണ് ഇവിടുത്തെ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. ഹാസ് ഇൻവൈറ്റഡ് റായ് ടു സീ ദ ടൈഗർ ആണ് ഇതിലെ വെർബ് ഫ്രേസ് അല്ലേ. ഇനി അടുത്ത് അടിച്ച് വെന്റ് ടു ദ US ഫോർ ഹെർ ഹയർ സ്റ്റഡീസ്, അടിച്ച് അവളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടി US പോയി എന്നാ പറഞ്ഞത് അല്ലേ. അപ്പോൾ പോയി എന്നൊരു ആക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്, ഏതാ, വെന്റ്. അപ്പോൾ ഈ വെന്റിന്റെ പുറത്തുള്ള അടിച്ചയാണ് ഇതിലെ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. വെന്റ് ടു ദ US ഫോർ ഹെർ ഹയർ സ്റ്റഡീസ് എന്നുള്ളത് വെർബ് ഫ്രേസ് ആണ് അല്ലേ, വെർബിനോട് ചേർന്ന് വരുന്ന വാക്കുകളാണ്. ഇനി ഹെർ അമേരിക്കൻ റൂംമേറ്റ് വാസ് ഷോക്ക്ഡ്, അവളുടെ അമേരിക്കൻ റൂംമേറ്റ് ആകെ ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതിലെ വെർബ് ഞെട്ടിപ്പോയി എന്നുള്ളതല്ലേ, വാസ് ഷോക്ക്ഡ് എന്നുള്ളതാണ്, അതാണ് വെർബ് ഫ്രേസ്. അപ്പോൾ സബ്ജക്റ്റ് നൗൺ ഫ്രേസ് ഏതാ, ഹെർ അമേരിക്കൻ റൂംമേറ്റ്, അവളുടെ അമേരിക്കൻ റൂംമേറ്റ് ആണല്ലോ ഞെട്ടിപ്പോയത് അല്ലേ. ദെൻ അടുത്ത് എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര കോയിൽഡ് അറൗണ്ട് ഹിസ് ആം, ഒരു വലിയ കറുത്ത മൂർഖൻ അയാളുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു എന്നാണ് പറഞ്ഞത്. അവിടെ നടക്കുന്ന ആക്ഷൻ കോയിൽഡ് എന്നുള്ളതാണ്, ചുറ്റിപ്പിടിക്കുക അല്ലേ, അല്ലെങ്കിൽ ചുറ്റുക. അപ്പോൾ അത് എന്താണ്, വെർബാണെന്ന് നമ്മൾ മനസ്സിലായി. ആ വെർബിന്റെ ലെഫ്റ്റിലേക്കുള്ളത് എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര അല്ലേ, അതല്ലേ ആക്ഷൻ ചെയ്യുന്ന സാധനം. അപ്പോൾ അതാണ് ഇവിടുത്തെ നോൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. കോയിൽഡ് അറൗണ്ട് ഹിസ് ആം എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ് ഫ്രേസ്. ഇനി ലാസ്റ്റ് 10ാമത്തെ, കിരൺ ഈസ് ലുക്കിംഗ് അറ്റ് നീലകണ്ഠ, കിരൺ നീലകണ്ഠനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളൊരു സെന്റൻസ് തന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ മക്കൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഇതിലെ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ആരതൊക്കെ ശരിയാവുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. ശരി ഉത്തരമായിട്ട് എനിക്ക് പെട്ടെന്ന് ഞാൻ കാണുന്ന ഏതെങ്കിലും ഒരു ഉത്തരം ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ഗ്രാമർ വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.